പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി കരയേറ്റുകൊണ്ടക്കോണം നമുക്ക് ദൈവം ഒരു ദിവസം കൂടെ തന്നിരിക്കുകയാണ്. ഇന്ന് ഈ ദിവസം നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യമാണ്. ഞാനത് ഇപ്രകാരം വായിക്കുന്നു. അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്, ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുവീൻ. ഇത് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതായ ഒരു കാര്യമാണ്. എന്നാൽ ഈ 16-ാമത്തെ അധ്യായത്തിൽ നാം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആണ് നമ്മുടെ ചിന്ത ഞാൻ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദൈവം ഇസ്രായേൽ മക്കളെ വളരെ അധികമായി പോഷിപ്പിച്ച അല്ലെങ്കിൽ മന്ന കൊടുത്ത ഒരു സാഹചര്യമാണ് ഈ ചിത്രീകരണം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിന് ഈ ഒരു തലക്കെട്ട് പറയുന്നത് ദേഹണ്ണിക്കാതെ, അതായത് ജോലി ചെയ്യാതെ ആഹാരം നൽകിയതായ ഒരവസരം. അതെ, ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അമേരിക്കയിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയെല്ലാം പലതരത്തിലുള്ള ഫുഡ് ചെയിൻ ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് വലിയ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ പോയാൽ ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ ചില പട്ടണങ്ങളിൽ ആ സൗകര്യമില്ല. എന്നാൽ മറ്റുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്നതായ ആഹാരം, അതായത് പാചകം ചെയ്തതോ അല്ലെങ്കിൽ പ്രോസസ് ചെയ്തതായ ഫുഡ് വളരെ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ജങ്ക് ഫുഡ് എന്നാണ് പറയുന്നത്. എന്നാൽ വേറൊരു ചില സ്ഥലങ്ങളിലാകട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയ ഫുഡ് ചെയിൻ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെ പോയാൽ ഫ്രഷ് ആയിട്ടുള്ളതായ വെജിറ്റബിൾസും അതുപോലെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതായത് ഫാമേഴ്സ് മാർക്കറ്റ് അത് കൂടാതെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആഹാരം ലഭിക്കുന്ന അല്ലെങ്കിൽ പരിപാടികൾ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രസ്താവയോഗ്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവം അധ്വാനിക്കാതെ ആഹാരം കൊടുത്തതിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഈ 16-ാമത്തെ അധ്യായത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്നത്. എന്നാൽ അതിൽ പറയുമ്പോൾ എന്താണ് അവർക്ക് മന്ന കൊടുത്ത അനുഭവം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ മന്ന എങ്ങനെയുള്ളതായിരുന്നു? അതായത് ഒരു ദിവസത്തേക്ക് ഒരു ഭവനത്തിന് ആവശ്യമായ, അതായത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഏകദേശം 6 ലക്ഷത്തോളം പേര് ആണുങ്ങൾ മാത്രമായിട്ടുണ്ട്. എന്നാൽ അവരോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ ഭാര്യമാരും എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല ജനസംഖ്യയെ പോഷിപ്പാൻ തക്കണം. അതും 1-2 ദിവസമല്ല, 40 വർഷക്കാലം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, അല്ലെങ്കിൽ 2 മീലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ 2 മീൽ, അങ്ങനെയാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ തക്കണം. എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് പലതാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും പുറത്ത് ലഭ്യമാണ്. എന്നിരുന്നാലും ദൈവം ഇത്രയും ജനസംഖ്യയെ അവർക്ക് അതിനുവേണ്ടി ഒരു അധ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ അവരെ പോഷിപ്പാൻ തക്കവണ്ണം 40 വർഷത്തോളം ദൈവം കരുതിയുണ്ടായി. അതായത് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതായ അബ്രഹാമിന്റെ അനുഭവം. അതായത് ദൈവമാണ് നമുക്ക് കരുതുന്നത്. നാം എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏകദേശം ഇപ്പം 130 കോടിയിലധികമാണ്. അതുപോലെ ചൈനയിലും ഏകദേശം അത്രയുമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ളതായ എല്ലാ വ്യക്തികൾക്കും പ്രൊവൈഡ് ചെയ്യുന്ന ജീവിത രീതികൾ ഞാൻ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ മനുഷ്യരും ഏതെല്ലാം തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്, ഫുഡിൽ ആഹാരമില്ലാതെ വലയുന്നവരുണ്ട്. എന്നിരുന്നാലും ഈ ഉള്ള മനുഷ്യരെല്ലാം പോഷിപ്പിക്കുന്നതാണ് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പദാർത്ഥങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ വസ്തുവകൾ കൊണ്ടാണ്. അപ്പൊ അതൊക്കെയും പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ദൈവമാണ്. അപ്പൊ ഇന്നീ ദിവസം ദൈവം നമുക്ക് കാണാൻ തക്കോണം അവസരം തന്നു. ആയതുപോലെ നമുക്ക് വേണ്ടതായ ആഹാരം, അന്നേക്കുള്ള ആഹാരം ദൈവം കരുതുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഇപ്പോഴും ഓർക്കുന്നത്. ആയതുകൊണ്ട് വിശ്വസ്തരായിരിക്കുക. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതായത് ദൈവം ചെയ്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതായത് ദൈവത്തിന്റെ ജനത്തിന് ദൈവം കരുതുന്നു. അപ്പൊ ആ കരുതുന്നവനായ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുക. ഇന്ന് ഈ ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും ദൈവം ചെയ്ത് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാനും നന്ദിയുള്ളവരായിരിക്കാനും എപ്പോഴും നന്ദി കണ്ടെക്കൊണ്ട് നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ദൈവം കരുതുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ കരുതി. ആയതുപോലെ നമ്മയും ദിനംതോറും നമ്മുടെ ആവശ്യങ്ങളെ നടത്തുന്നു. പക്ഷേ ദൈവിക ചിന്തകൾ, അതായത് ആ പ്രാർത്ഥനയോടെ നാം ജീവിക്കണം. കണിശമായിട്ടും ദൈവത്തിന്റെ നടത്തിപ്പ് ഇപ്പോഴും എപ്പോഴും നമുക്കുണ്ട്. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരുമേ, നാം ഈ ദിവസം ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും ദൈവത്തിന്റെ കരുതൽ നമുക്കുണ്ട്. ആയതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ചിന്താഗതിയിൽ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, പാചകം ചെയ്യാനുള്ളത് പാചകം ചെയ്യുക എന്ന് ഒരുക്ക ദിവസം. ആ ഒരുക്ക ദിവസം നാം ചെയ്യുമ്പോൾ കണിശമായിട്ട് നമ്മുടെ ശബത്ത്
ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മയൊക്കെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടി പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ കാവൽ നടത്തിപ്പിനായി അപേക്ഷിക്കുന്നു. അടിയങ്ങളെ ദൈവം എത്രമാത്രം കരുതി സമ്പുഷ്ടമാക്കി എന്നുള്ളത് തിരുവചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചു. ആയതുപോലെ ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ ഈ കർത്താവ് കരുതണമേ. അവിടുത്തെ വരവിനായി ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണം. ആയതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ഓരോ ജീവിതങ്ങളോടും നിറവേറണമേ. അങ്ങോട്ട് വരവിനായി ഒരുങ്ങുവാൻ സഹായിക്കണമേ. സകലവും യേശുവിൽ കൊടുത്ത താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം തന്നു. നന്ദിയോടെ സ്തോത്രം.